ഹായ് ഓൾ. ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്താ പറയുക, എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് പറയണം സമൂഹത്തിനോട്, നമ്മുടെ സ്ത്രീകളോട്. അപ്പം നമ്മളിപ്പം കുറച്ച് നാളായിട്ട് ഇപ്പം ഈ നിമിഷം വരെ ഞാനിപ്പോൾ ഒരു വാർത്ത കേട്ടിട്ടാണ് ഞാൻ എന്നാൽ പിന്നെ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. ഇപ്പം അടുത്ത് വരെ ഒരു കുട്ടി മരിച്ചു. ആത്മഹത്യയാണോ കൊലപാതകമാണോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ എത്രയോ സ്ത്രീകൾ മരണപ്പെടുന്നുണ്ടല്ലേ. ഇപ്പം അടുത്തായിട്ടും ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു അല്ലേ. അങ്ങനെ എത്ര വാർത്തകൾ. ശരിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ എന്താ പറയുക, സങ്കടം വരുന്നു, ദേഷ്യം വരുന്നു, എന്താ പറയുക, പല വികാരങ്ങളാണ് നമുക്ക് വരുന്നത്. എത്രയോ പേര് മരണപ്പെടുന്നു, എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു. അത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യ ആണോ അറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന കുടുംബങ്ങൾ അല്ലേ. അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്ത്രീകളെന്ന് പറയുന്നത് ഒരു 18 വയസ്സ് വരെ നല്ല അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞ് വേറൊരിടത്തേക്ക് പോയി. പിന്നെ അവിടെയാണ് നമ്മുടെ ലോകം അല്ലേ. അവിടെയുള്ളവരാണ് നമ്മുടെ അച്ഛനും അമ്മയും ഭർത്താവും ജ്യേഷ്ഠനും സഹോദരനും സഹോദരിയും എല്ലാവരും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോകം ഭർത്താവിൻ്റെ കൂടെ എല്ലാമാണല്ലേ. അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ അച്ഛനമ്മയും അമ്മമാരെന്താ വിചാരിക്കുക, ഉത്തരവാദിത്തമെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം കല്യാണം കഴിഞ്ഞു, ഇനിയെല്ലാം അവളെ ഭർത്താവ് നോക്കും, അവരുടെ കുടുംബക്കാർ നോക്കുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നവരുമില്ലേ ഉണ്ട്. ശരിക്കും കല്യാണം കഴിഞ്ഞാലാണ് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തം. ഞാനും ഒരു അമ്മയാണ്. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന അമ്മമാരുണ്ടാവും, കേൾക്കുന്ന കല്യാണം കഴിഞ്ഞവരെല്ലാവരും ഇത് കേൾക്കുന്നവരുണ്ടാവാം ഒരു പക്ഷേ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ പെൺമക്കളെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയാനോ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വേറൊരിടത്തേക്ക് പോയി ഇനിയിപ്പം നമുക്കൊരു ഉത്തരവാദിത്തം ഇല്ല എന്ന് മാറി നിൽക്കാനോ പാടില്ല. നമ്മുടെ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു കരുത്ത് വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാവണം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഭർത്താവ് വളരെ മോശമാണ്, കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വരുന്നതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണ്, അടിക്കുന്നുണ്ട് മർദ്ദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ചു വിളിക്കാൻ, നീ ധൈര്യമായിട്ടിരിക്കുക, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ, അവനെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയാൻ നമ്മുടെ അച്ഛനമ്മമാർക്ക് കഴിയണം. അല്ലാതെ നീ എങ്ങനെയെങ്കിലും സഹിച്ച് നിൽക്ക്, നീ എങ്ങനെയെങ്കിലും അവിടെ തന്നെ നിൽക്ക്, സമൂഹം എന്താ വിചാരിക്കുക, അയൽവാസികൾ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ടിരിക്കരുത്. നമ്മുടെ മക്കളാണ്, നമ്മുടെ പെൺമക്കളാണ്, നമ്മൾ പൊന്നുപോലെ വളർത്തിയ മകളാണ് അല്ലേ. അവളും ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തേക്കാം. അതുകൊണ്ട് എപ്പോഴും അച്ഛനമ്മമാർ കൂടെ ഉണ്ടാവണം, ഒരു സപ്പോർട്ടിനായിട്ട് നമ്മുടെ പെൺമക്കളുടെ കൂടെ. കാരണം നമ്മളിപ്പം ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലേ, ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. അപ്പം എന്താ പറയുക, നമ്മുടെ സ്ത്രീകളെ ചേർത്ത് പിടിക്കേണ്ടത് ശരിക്കും സ്വന്തം അച്ഛനമ്മമാർ തന്നെയാണല്ലേ. ഒരു പ്രശ്നം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു തളർന്നു പോയാൽ, പ്രത്യേകിച്ച് പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം തകർന്നു എന്ന് വിചാരിക്കുക, തകർന്ന് ദേഷ്യത്തിലായാലും അവിടെ കടിച്ച് തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല അല്ലേ. അവിടെ സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മുടെ അച്ഛനമ്മമാർ തന്നെയാണ്. നീ ഇങ്ങോട്ട് വാ, നിനക്ക് നമ്മളുണ്ട്, നമ്മൾ കൂടി ഉണ്ടാവും, നിൻ്റെ കൂടെ എപ്പോഴും നമ്മളുണ്ട് എന്നുള്ളൊരു ധൈര്യം നമ്മുടെ മാതാപിതാക്കൾ വേണം നമുക്ക് നൽകേണ്ടത്. നേരെ തിരിച്ച് നീ അവൻ എങ്ങനെയെങ്കിലും സഹിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവൻ ശരിയാവും എന്ന് വിചാരിച്ച് നിന്നാൽ ഒരു പക്ഷേ എന്തായിരിക്കും അവസ്ഥ. അതുകൊണ്ട് എൻ്റെ സമൂഹത്തിനോട്, ഇത് കാണുന്ന മാതാപിതാക്കളോട്, പെൺകുട്ടികളുള്ള മാതാപിതാക്കളോട്, എൻ്റെ സ്ത്രീകളോട് ഞാൻ പറയലാണ്, നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന മാതാപിതാക്കൾ ആവണം നിങ്ങൾ.
ഞാനുണ്ട് കൂടെ. സമൂഹം എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, അല്ലെങ്കിൽ അയൽവാസികൾ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ. നിനക്കൊരു പ്രശ്നം വന്നു, നിനക്കത് താങ്ങാൻ കഴിയുന്നില്ലേ, നീ ഇങ്ങോട്ട് വാ, ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു മാതാപിതാക്കളാവണം നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട്